ഏയ്, നീ എവിടെ പോകുന്നേ? അത് എന്റെ ബുക്സ് ഒക്കെ എടുത്തു വെക്കാനായിട്ട് പോവാ ചേച്ചി. എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ആവാം വേറെന്ത് ജോലി. ചെല്. ആ എല്ലാരും പെട്ടെന്ന് വാ, വേഗം വാ. അതെ, നീ ഇവിടെ നിൽക്ക്. എന്ത് ചേട്ടാ? ശരിക്കും അമ്പലത്തിലേക്കാണോ പോയത്? ചേട്ടൻ അനിയത്തിമാരെ സംശയിക്കുവാണോ? എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് സംശയം മൊത്തം നിന്റെ കാര്യത്തില്. ഹലോ, എന്റെ പേര് ശിവാനിന്നാ. ഒരു തെറ്റും ചെയ്യില്ല. തെറ്റ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധി വേണമല്ലോ. അല്ല, മനസ്സിലായില്ല. നീ ഇനി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്താലല്ലേ അതിൽ തെറ്റ് സംഭവിക്കൂ. ഒന്നും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ, അപ്പൊ പിന്നെ തെറ്റ് സംഭവിക്കോ? അപ്പോ ഞാൻ വെറുതെ തിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ഹോട്ടലിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയി അവരും ഇവരും ഒക്കെ കഴിച്ച പാത്രങ്ങളെല്ലാം കഴിപ്പിച്ചില്ലേ? അതൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ലേ? ആ, കഴുകിയത് ഞാൻ കണ്ടു. പാത്രത്തിന് വേദനിക്കുന്നുള്ള രീതിയിലാണല്ലോ നീ കഴുകിയത്. നീ കഴുകിയ പാത്രത്തിലുണ്ടല്ലോ കഴിച്ച ചമ്മന്തി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കസ്റ്റമറുടെ വായിരിക്കുന്നത് കേട്ടത് ഞാനാ. ഹലോ, ഇനി ഞാൻ വൃത്തിയായി കഴുകിക്കോളാം. നാളെ നോക്കിക്കോ എന്റെ ടാലന്റ് എന്താണെന്ന് കാണിച്ചു തരാം ഞാൻ. എവിടെ പോയിരുന്നു എന്ന് ചോദിക്കാനായിട്ട് പിടിച്ചു നിർത്തിയപ്പോ വിഷയത്തെ മാറ്റി അവളങ്ങ് പോയി. ഇവളൊരു കില്ലാടിയാ. അയ്യോ, ഈ നീറ്റിൽ എങ്ങനെ കുറയോ എപ്പോ കുറയോ എന്തോ. ദേവേട്ട. ആരാ? ഈ വീട്ടിലെ ദേവേട്ടാന്ന് ആരാ വിളിക്കുക? ഞാൻ ശ്രീദേവിയാണെന്നങ്ങ് പറഞ്ഞാ പോരെ? ഞാനാണെന്ന് ഏട്ടന് മനസ്സിലാക്കാലോ. ഓൾറെഡി എനിക്കിവിടെ നീറിക്കൊണ്ടിരിക്കുവാ. നീ ഇനി ഓരോന്നും പറഞ്ഞത് കൂട്ടാൻ നോക്കണ്ട. ശരി ദേവേട്ട, കണ്ണിലുള്ളത് എടുത്താലേ ഞാൻ പാലൊഴിച്ചു തരാം. പാല് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പാലെടുത്തിട്ട് വന്നു എന്ന് പറയുമ്പോ സന്തോഷിക്കുമെന്നാ വിചാരിച്ചേ. എന്തിനായിട്ടാ വിഷമിക്കുന്നേ? എനിക്കുള്ള പാല് എന്റെ ലക്ഷ്മി എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇതിനു മുൻപ് ചൂടുവെള്ളം ഒഴിച്ചതുപോലെ പാലെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചാലൊന്ന് തോന്നുവോ? ഇത് തണുത്തിരിക്കുന്നോണ്ടാ ഇപ്പൊ രക്ഷപ്പെട്ടത്. നീ എന്തായി പെറുവിറുക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. അവന്റെ കണ്ണിൽ പാലൊഴിച്ചു കൊടുക്കാതെ നീ ഇത് എന്താ ചെയ്യുന്നത് ശ്രീദേവി? ഏട്ടനാ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നേ അമ്മായി. ഞാനൊന്നും പറയുന്നില്ല അമ്മേ. എന്നെ കൊണ്ട് കണ്ണ് തുറക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ തന്നെ എന്റെ കണ്ണ് പതുക്കെ തുറന്ന് ആ പാലൊഴിച്ചു തരാൻ നോക്ക്. ശരി. ഇപ്പോഴും എരിയുന്നുണ്ടോ ദേവാ? അതെ അമ്മേ, ഒട്ടും കുറവില്ല. എത്ര പേര് കരയിച്ചത് കൊണ്ടാ ഏട്ടന്റെ കണ്ണിങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്നേ. ഏയ്, എവിടെ ഉണ്ടോ നീ? മുഴുവനായിട്ട് കണ്ണു തുറന്നാ നീറൂന്ന് വിചാരിച്ചിട്ടാ? ഇല്ലെങ്കിൽ നിന്നെ വലിച്ചു കീറി ഞാൻ ചോരി തേക്കുമായിരുന്നു. എന്തിനാണ് ഇത്ര ദേഷ്യം? എത്രമാത്രം പാപം ചെയ്താൽ കണ്ണു പോകുന്നു നിനക്കറിയാവോ? അമ്മേ, അമ്മേന്റെ കണ്ണിൽ പാലൊഴിക്കാൻ വന്നതാണോ അതോ വല്ല വിഷം ഒഴിക്കാൻ വേണ്ടി വന്നതാണോ? എന്നായാലും നീ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത് ദേവ. ആരായാലും നമ്മൾ നല്ലവരാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ നിന്നെ തടഞ്ഞു നിർത്തി നിന്റെ കണ്ണിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ അവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അമ്മയൊന്ന് പോകുന്നുണ്ടോ? ശ്രീദേവി, കണ്ണിൽ കുറച്ചുകൂടി പാലൊഴിച്ചു കൊടുക്ക്. ശരി അമ്മായി. നല്ല തണുപ്പ് തോന്നുന്നുണ്ടോ ദേവേട്ടാ? പാല് കണ്ണിൽ ഒഴിച്ചാ തണുപ്പ് തന്നെ തോന്നേ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പറയുന്ന കേട്ടിട്ട് എന്റെ കാത് തന്നെ നീറുവാ. ഒന്ന് പോകുന്നുണ്ടോ? ഇവൻ അമൃത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല മോളെ, നീ വാ.
ഇതിന്? ഇതിനകത്ത് ബുള്ളറ്റ് ഉണ്ടായിരിക്കോ? ഇത് എങ്ങനെയാന്ന് തുറന്നു നോക്കുന്നേ? അയ്യോ വേണ്ട വേണ്ട, അറിയാതെ പൊട്ടിയാ. ഇത് ആവശ്യമില്ലാതെ എടുത്തിട്ട് വന്നതാണെന്നൊരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ ഇത് ദേവേട്ടന്റെ ഇരിക്കുവാണെങ്കിൽ ശ്രീദേവി ചേച്ചി അടുത്തുള്ള ദേഷ്യത്തില് ഇതെടുത്ത് പേടിപ്പിക്കോ അതോ ഷൂട്ട് ചെയ്യോ എന്നുള്ള പേടിയില്ല ഞാനിത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഏട്ടനോട് പറഞ്ഞാലോ? അയ്യോ ദേഷ്യപ്പെടും. ശരി, ഗൗരി ചേച്ചിയോട് പറഞ്ഞാലോ? ചേച്ചിയും വഴക്കുറയും. ആ ലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞാലോ? ഇത് കേട്ട് ചേച്ചി പേടിച്ചോ? അതല്ല, ശിവാനി ഏട്ടത്തിയോട് പറഞ്ഞാലോ? അയ്യോ എന്നെ കൊന്നുകളയും. അത് വേണ്ട. ആരുടെ കണ്ണിലും പെടാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കാം. നീ ഇവിടെ ആരോടാ സംസാരിച്ചത്? അതേട്ടാ, ഞാൻ ആരോട് സംസാരിക്കാനാ ഏട്ടാ? റൂമിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടായിരുന്നല്ലോ. ആഹാരം കഴിക്കാൻ വരാതെ നീ ആരോട് സംസാരിക്കുന്നു നോക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ മൊബൈലും കാണുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നു ചിന്തിക്കായിരുന്നു. ഓ അതാണോ ഏട്ടാ? ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പ്രാക്ടീസോ? തനിയെ സംസാരിച്ചാലേ വട്ടാണെന്ന് ചിന്തിക്കും മറ്റുള്ളവർ. അതല്ല ഏട്ടാ, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം വരുമല്ലേ? സ്കൂളില് നാടകമുണ്ട്. എന്നുവച്ചാ ഏകപാത്ര അഭിനയം. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ 3-4 കഥാപാത്രങ്ങള് ഞാൻ ഒരാള് തന്നെ അഭിനയിച്ച് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാ എന്റെ മാസ്റ്റർ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളു ഏട്ടാ. ശരി മോളെ, നാടകത്തോടൊപ്പം തന്നെ നല്ലോണം പഠിക്കാൻ കൂടെ വേണം കേട്ടോ. ശരി, ഇക്കളെടുക്കുമല്ലേ, വന്ന് വെള്ളം കുടിക്കാൻ നോക്കാം. ഏട്ടാ ഭക്ഷണം റെഡി, വന്നേ. ഞാൻ വിളമ്പാ ചേച്ചി. പാചകം ചെയ്തതേ നീയാ. ഈ ഒരു കാര്യത്തിലെങ്കിലും ഞങ്ങൾ സഹായിക്കട്ടെ. നിങ്ങളും കൂടി എന്നെ സഹായിച്ചത് കൊണ്ടാ ജോലികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞത്. നിങ്ങളുടെ കാര്യത്തില് എനിക്ക് കൈ കോർക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഏട്ടന്റെ കാര്യത്തില് എനിക്കൊരു വിരല് പോലും വെക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? ഏട്ടൻ വരുന്നുണ്ട്. ഇരിക്കു ചേട്ടാ, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത്? അത് കഴിക്കാൻ സമയമായില്ലേ, എല്ലാരും വിളിക്കായിരുന്നു. ഇപ്പോഴല്ല, വെള്ളം കുടിക്കേ. ഇതിനു മുന്നേ എന്തോ കയ്യോ കാലോ വിരളോ അങ്ങനെ എന്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നല്ലോ. ഓ ആഹാ, അതോ, അത് വെറുതെ കഴിക്കുന്ന സമയത്ത് ഒരു തമാശയാവട്ടെ എന്ന് കരുതിയിട്ടാ. നീ ആദ്യം നേരെ നില്ല്, അല്ലെങ്കിൽ സാമ്പാറിലോട്ട് വീഴും. അയ്യോ, ഗൗരി ചേച്ചി കരി കൊണ്ട് വരച്ച മീശ അതങ്ങനെ തന്നെ അവിടെ ഉണ്ടല്ലോ. മുഖം കഴുകിയിട്ടും അത് ശരിക്കും തുടച്ചില്ലെന്ന് തോന്നുന്നു. മതി ചേച്ചി. ഫീൽ ഫ്രീ ദുർഗ, സന്തോഷത്തോടെ കഴിക്കേ. ശരിക്കും പറഞ്ഞാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാ, അറിയോ? അയ്യോ, ശിവാനിക്ക് സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ.
ദേവേട്ടന്റെ കണ്ണില് മുളക് പൊടി എറിഞ്ഞ കാര്യവും കൂടി ഇവള് പറയോ എന്തോ. ഈ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ആഘോഷമൊന്നല്ലേ? എന്താഘോഷത്തിന്റെ കാര്യം നീ പറയുന്നത്? ആ, അ- അന്യായമല്ല, ന്യായമാണ് ജയിക്കുന്നത്. അധർമ്മത്തെ ധർമ്മം തോൽപ്പിക്കുകയാണ് ചെയ്യുക. ലാൽ സലാം സിന്ദാബാദ്, ലാൽ സലാം സിന്ദാബാദ്. അതെ, ആ, നീ സംസാരിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളും കഴിച്ചോ മക്കളെ? ഏട്ടൻ കഴിക്ക്, ഞാനും ചേച്ചിയും പിന്നെ കഴിച്ചോളാം. എന്തു പറ്റി മോളെ? ഒന്നുമില്ല ഏട്ടാ, ഏട്ടൻ കഴിച്ചിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞതാ. അല്ല, അതല്ല മോളെ, നിന്റെ മുഖത്ത് എന്തോ പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്റെയോ? അത് കരിയാ. ആ കരിയോ? പോയില്ലേ? കരിയ. കരി എല്ലാരും കണ്ണിലല്ലേ എഴുതുള്ളൂ. ഇതിപ്പോ മൂക്കിന്റെ താഴെ മീശ പോലെ ഉണ്ടല്ലോ കാണാൻ. മൂക്കിന്റെ താഴെ കരി എഴുതിയാലേ മീശ പോലെ ഉണ്ടാവും കാണാൻ. മീശയോ? നല്ല തമാശയാ പറഞ്ഞത് ഗൗതം ചേട്ടൻ. മീശയോടൊപ്പം താടിയും കൂടെ വരച്ചു കഴിഞ്ഞാ ഗൗതം ചേട്ടനെ പോലെ ഉണ്ടാവും നീ. മീശയും താടിയൊക്കെ ആയിട്ട്. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, എന്റെ അനിയത്തിയോടാ. അവള് മറുപടി പറയത്തോണ്ടാ ഞാൻ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ. ഇവളല്ലേ പാചകം ചെയ്തത്, അപ്പോഴും വല്ലതും പറ്റിയതാവും. ആ അതെ അതെ അതെ. പാചകം ചെയ്യാൻ പറഞ്ഞ ഭയങ്കര ആത്മാർത്ഥതയാണല്ലേ. മട്ടൻ കഴിച്ചിട്ട് എല്ല് കഴുത്തിൽ കെട്ടി നടക്കുന്ന പോലെയുണ്ട് നിന്നെ കണ്ടിട്ട്. നീ പോയി മുഖം കഴുകിട്ട് വാ, പറ്റുമെങ്കിൽ കുളിച്ചിട്ട് വാ, കുറച്ചുകൂടെ ഫ്രഷ് ആവുമല്ലോ. കൈയും കൂടി നേരെ കഴുകണേ ചേച്ചി, കയ്യിലുള്ള മുളക് പൊടിയും പോട്ടെ. ചമ്മന്തി അരച്ചതല്ലേ, അതുകൊണ്ടാ കയ്യിൽ മുളക് പൊടി ഉണ്ടാവൂന്ന് പറഞ്ഞത്. കൊച്ചുകുട്ടിയാണെങ്കിലും നല്ല പോലെ സംസാരിക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. എന്നാ കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റും. ഏയ്, നീ എന്താ ചെയ്യുന്നത് ഇവിടെ? ചെവി കേട്ടൂടെ നിനക്ക്? എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. കല്ല് പോലെ മിണ്ടാതിരിക്കുകയാണല്ലോ നീയെ. പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക. ഇത് വാ തുറന്ന് പറഞ്ഞാൽ എന്താ ഒരു കുറവ്? ആ ജോലിയൊക്കെ ഗീത ചെയ്തോളും. നീ ചെന്ന് എന്റെ ബാത്റൂം ഒന്ന് വൃത്തിയാക്ക്. ഓ, എനിക്ക് ആ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? പൂജാമുറി കഴുകുന്നത് പോലെ അതും കഴുകിയാൽ ഒരു തെറ്റുമില്ല. ആ ചെല്ല്. പൂജാമുറിയിൽ ദൈവമാണ് ഇരിക്കുന്നത്, ബാത്റൂമിലുണ്ടല്ലോ. എന്ത്? ബാത്റൂമില് പ്രേതവും പിശാചും ഒക്കെ ചേർന്ന് കുടുംബം നടത്തുകയാണോ അവിടെ? അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? അമ്മായി, ജോലിക്കാര് രാവിലെ വരും, അവരോട് കഴുകാൻ പറയാം. അതുവരെ ഞാൻ ബാത്റൂമിൽ പോവാതെ ഇവിടെ തന്നെ നിൽക്കണോ? ജോലിക്കാരി രാവിലെ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.
ഇവളും ഒരു ജോലിക്കാരി മാത്രമാണ്. ശ്രീദേവി, നീ പൊയ്ക്കോ മോളെ. പച്ചക്കറി ഞാൻ എറിഞ്ഞോളാം. സാരമില്ല അമ്മായി, ഞാൻ അരിഞ്ഞോളാം. അമ്മായി പോയി റെസ്റ്റ് എടുക്കും. എന്താടി നീ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കിയാൽ ഞാൻ പേടിച്ചു പോകുന്നു വിചാരിച്ചോ? എന്തായാലും ആ ഓട്ടോ ശങ്കറിന്റെ കൂടെ ഓടിപ്പോയ സ്ത്രീയുടെ മകളല്ലേ നീ? ഞങ്ങൾ പറയുന്ന ജോലി നിനക്ക് ചെയ്യാനായിട്ട് നാണക്കേട് തോന്നുന്നുണ്ടല്ലേ? നിങ്ങളുടെ ഈ കഴുത്തിനെ ഞാൻ പച്ചക്കറിയായി വിചാരിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ തല ആ മൂലയിൽ പോയി കിടക്കും. നിങ്ങൾ എന്നെ പറഞ്ഞോ, ഞാൻ സഹിച്ചോളാം. ദേഷ്യം തോന്നുമ്പോ തല്ലിക്കോ, അത് ഞാൻ സഹിച്ചോളാം. പക്ഷേ എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും മോശമായി സംസാരിച്ചാലുണ്ടല്ലോ, ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഗീതേ, ഇവള് പറയുന്നതും കേട്ട് എന്താ നിൽക്കുന്നേ? ഇവളെ പതുക്കെ പിടിച്ചു മാറ്റാൻ നോക്ക്. എന്റെ കഴുത്തിനും ഈ കറിക്കത്തിക്കും നൂലളവിന്റെ വ്യത്യാസമേ ഉള്ളൂ. വന്ന് ഇവളെ വിളിച്ചോണ്ട് പോ. ഗീതേ, ഒന്ന് പിടിച്ചു മാറ്റേ. ശ്രീദേവി, തൽക്കാലം വിട്ടേക്ക് മോളെ. എന്താണീ ഇന്നത്തേക്ക് വിട്ടേക്കാനായി അവളോട് പറഞ്ഞത്? വീണ്ടും നാളെ അവൾ എന്നെ കൊല്ലാൻ വരുമോ? മരണം എവിടെ നിന്നെങ്കിലും വരുന്നതല്ല അമ്മായി. വേണമെന്ന് വച്ച് നിങ്ങളെപ്പോലെ ഉള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് മരണമെന്ന രൂപത്തിൽ നിങ്ങളുടെ തലയ്ക്ക് തന്നെ വന്ന് കേറുന്നത്. പച്ചക്കറികൾ അരിഞ്ഞരിഞ്ഞ് കത്തി ചിലപ്പോ തേഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ എത്ര പ്രായമായാലും ശരി, എത്ര ബലമുള്ളവരായാലും ശരി, പക്ഷെ നിങ്ങളുടെ കഴുത്തെ എന്റേതുപോലെ മൃദുലം തന്നെയായിരിക്കും. അതിന് ആപത്ത് വിളിച്ചു വരുത്തരുത്. അവൾ ശ്രീദേവിയോ അതോ ദുർഗാദേവിയോ? എല്ലാവരും എന്നെ പോലെ ആയിരിക്കില്ലല്ലോ അമ്മായി. നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്റെ മരുമകള് നേരെ നിങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് അയച്ച് സ്വർഗം കാണിക്കുമെന്നാ തോന്നുന്നു. അങ്ങനെ നടന്നാൽ എനിക്കൊരിക്കലും പുനർജന്മം കിട്ടില്ല. എന്താ ഇത്? ഗീതയും അവൾ പറഞ്ഞത് ആവർത്തിക്കുകയാണല്ലോ. അയ്യോ, നല്ല ഭംഗിയായിട്ടുണ്ട് ഏട്ടത്തി. സത്യമായിട്ടും ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കാതെ നീ എന്തായാലും പറഞ്ഞല്ലോ. അത് സത്യം ഏട്ടത്തി. ഒരുപാട് നേരം നോക്കിയ കണ്ണാടിക്ക് വരെ നാണം വരും. ആരെങ്കിലും കണ്ണു വയ്ക്കുമെന്നല്ലേ പറയുന്നത്, അല്ലേ? ഞങ്ങളിങ്ങനെ പറയുമ്പോ
ഏട്ടൻ ഇനി ചേച്ചി എങ്ങനെ പുകഴ്ത്തോ എന്തോ. അടുത്ത ജന്മത്തിലാണോ? എന്നും രാത്രി ഏടത്തി പൊഴുത്താറില്ലേ? അതിന് അങ്ങേരെന്നെ ഒന്ന് നോക്കിയാലല്ലേ. ഞാൻ പലപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്യണ്ട ചേട്ടാ, എനിക്ക് പേടിയാകുന്നു പറഞ്ഞാലും ഓൺ ചെയ്ത് എന്നെ ഇടും. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ടാ. എന്നിട്ട് ഉടൻ തന്നെ തോർത്തെടുത്തിട്ട് 2 കണ്ണും മൂടിക്കെട്ടി ഇരുട്ടാണെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഏട്ടനെ എന്താ പറയാ?